RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്നു. സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയം, പിന്നാക്ക ജനവിഭാഗത്തെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നീ 3 വിഷയങ്ങളാണ് ബൈഠക് ചർച്ച ചെയ്യുക. RSSന്റെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിവാർ സംഘടനകളുടെയും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന 320 പേർ ബൈഠക്കിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, പറയൂ. കൃഷ്ണരാജ്, RSSന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് ഇന്നലെ തുടക്കമായിരുന്നു. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ബൈഠക്ക് ആരംഭിച്ചത്. ഇന്നും നാളെയും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിൽ 320ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. RSSന്റെയും ഒപ്പം RSSന്റെ പരിവാർ സംഘടനകൾ, BMSഉം വിദ്യാർത്ഥി പരിഷത്തും സേവാഭാരതിയും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിവാർ സംഘടനകളുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരും ഉൾപ്പെടെ 320 പ്രതിനിധികൾ, 32 സംഘടനകളിൽ നിന്നായി 320 പ്രതിനിധികൾ ബൈഠക്കിൽ പങ്കെടുക്കുന്നു. സംഘടനാ തലത്തിലുള്ള തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് RSSന്റെയും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള കൂടിയാലോചനകളാണ് സമന്വയ ബൈഠക്കിൽ ഉണ്ടാവുക. ഈ സമന്വയ ബൈഠക്കിൽ പ്രധാനമായും 3 വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് ബൈഠക്കിന് മുൻപേ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ വ്യക്തമാക്കിയിരുന്നു. അതിലൊന്ന് സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമമാണ്. സംഘം 100 വർഷം തികയ്ക്കുന്ന സാഹചര്യത്തിൽ സമാജത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുന്നതിനും സമാജ പരിവർത്തനത്തിന് പഞ്ചപരിവർത്തൻ ശീൽ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ, ശതാബ്ദി കാര്യക്രമങ്ങളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ, കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയം, പിന്നാക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്, പ്രത്യേകിച്ച് വനവാസി വിഭാഗങ്ങൾക്കിടയിൽ ഉൾപ്പെടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഈ 3 വിഷയങ്ങളാണ്. ശതാബ്ദി കാര്യക്രമം, ദേശീയ വിദ്യാഭ്യാസ നയം, പിന്നാക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം, ഈ 3 വിഷയങ്ങളിലാണ് സംഘത്തിൻ്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിൽ പ്രധാനമായും ചർച്ചയുണ്ടാവുക. അതുകൂടാതെ തന്നെ വിവിധ പ്രത്യേക വിഷയങ്ങൾ, ABVPയും ഭാരതീയ മസ്ദൂർ സംഘവും കൂടാതെ ഭാരതീയ കിസാൻ സംഘ്, വനവാസി കല്യാണാശ്രമം, സക്ഷമ, വിദ്യാഭാരതി എന്നീ സംഘടനകൾ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ ഈ സമന്വയ ബൈഠക്കിൽ അവതരിപ്പിക്കും. അത്തരത്തിൽ വിവിധ മേഖലകളിൽ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള കൂടിയാലോചനകളും ചർച്ചകളുമാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിൽ ഉണ്ടാവുക. ശതാബ്ദി കാര്യക്രമം സംബന്ധിച്ച് വിപുലമായ കാര്യപദ്ധതി സംഘത്തിന് മുൻപിലുണ്ട്. അത് സംബന്ധിച്ചൊരു 3 ദിവസത്തെ പ്രഭാഷണ പരമ്പര സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഡൽഹിയിൽ നടത്തിയിരുന്നു. അതിലും ഊന്നിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസ നയം തന്നെയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം സാക്ഷരത നൽകുക എന്നുള്ളതല്ല, ഒരു മികച്ച വ്യക്തിയെ, നല്ല ഗുണങ്ങളുള്ള വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളതാകണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതിന് പ്രാധാന്യം നൽകണം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊളോണിയൽ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകൾ ഈ പ്രഭാഷണ പരമ്പരയിലും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നടത്തിയിരുന്നു. കൂടാതെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും RSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ആ പ്രഭാഷണ പരമ്പരയിൽ വിശദീകരിച്ചു. ആദ്യ ദിനത്തിൽ ഒറ്റ വാക്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്താണ്, സംഘത്തെക്കുറിച്ച് പുതുതായി ഒന്നും സമാജത്തോട് പറയാനില്ല. ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനവും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും ഭാരത് മാതാവിൻ്റെ, സ്വന്തം രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും ആയിരിക്കും എന്ന പ്രതികരണമാണ് ആ പ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ ഇതുവരെ 100 വർഷം വരെയുള്ള RSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ സർസംഘചാലക് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ജോധ്പൂരിൽ ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസങ്ങളായി നടക്കുന്ന സമന്വയ ബൈഠക്കിൽ RSSന്റെയും പരിവാർ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പഞ്ചപരിവർത്തൻ ശീൽ മുൻനിർത്തി ഈ ശതാബ്ദി വർഷത്തെ കാര്യപരിപാടികൾ കൂടിയാലോചനയുമാണ് പ്രധാനമായും സമന്വയ ബൈഠക്കിൽ നടക്കുന്നത്. ബൈഠക്കിൻ്റെ സമാരോഹ സെക്ഷനിൽ, ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് മാർഗനിർദ്ദേശം നൽകും. ഇന്നലെ മോഹൻ ഭഗവതും കൂടാതെ സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയും ചേർന്നുകൊണ്ട് ഭാരത് മാതാ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ബൈഠക്കിന് തുടക്കമായത്. ശരി, RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുകയാണ്. ഇന്നത്തെ പരിപാടികളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.